ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചിലരങ്ങനെയാ. അവർക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടാകില്ല. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ദിവസം നൂപുർ ശർമ്മയ്ക്കെതിരെ ഏതാണ്ട് 16 പറയുന്നു, 12 പറയുന്നു, അത്രയധികം ഇസ്ലാമിക രാജ്യങ്ങൾ മാപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയെ സമീപിക്കുകയുണ്ടായി. നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ പ്രോഡക്റ്റുകൾ അലമാരയിൽ നിന്ന് ബഹിഷ്കരിക്കുന്ന ഇന്ത്യക്കാരുടെ തന്നെ ചിത്രങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടവരാണ്. അപ്പോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്താണ് ചെയ്തത്? ശരി, നിങ്ങൾക്ക് മാപ്പല്ലേ വേണ്ടത്, ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം എന്ന് പറഞ്ഞ് 140 കോടി ജനങ്ങൾക്കും വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തലകുനിച്ചോ? കോപ്പെന്നാ പറഞ്ഞേ. മാപ്പാണോ വേണ്ടത്? നിനക്കൊക്കെ ഞാൻ കോപ്പ് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ രാജ്യങ്ങളുടെ ഭരണാധികാരികളെ ഇന്ത്യയെ സ്വാധീനിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ത്യയുമായുള്ള പലതരത്തിലുള്ള കരാറുകളും നമ്മൾ കണ്ടവരാണ്. ഇറാനുമായി ഉണ്ടാക്കിയ തുറമുഖം, കാരണം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും UAE-ക്കുമൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുകയും ഇറക്കുകയും ചെയ്യണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട തുറമുഖം ഉണ്ടായിരുന്നു. ആ തുറമുഖം ഇറാനുമായി ടൈപ്പായി ഇന്ത്യയുടെ കയ്യിലുമായി. എങ്ങനെയാണ് ഓരോ രാജ്യത്തെയും മുട്ടുകുത്തിക്കേണ്ടതെന്നും തങ്ങൾക്ക് സ്വയം പര്യാപ്തത വരിക്കേണ്ടത് എങ്ങനെയാണെന്നും, ഞാൻ ഒരാൾ കാരണം എന്റെ രാജ്യത്തിന്റെ ഒരു പുൽക്കൊടി പോലും മറ്റൊരു രാജ്യത്തിന്റെ മുമ്പിൽ തല കുനിക്കാൻ പാടില്ല എന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന തന്ത്രജ്ഞനായ ഓരോ മനുഷ്യന്റെയും പൗരാവകാശങ്ങൾ നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത് കൊണ്ട് ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നില്ല. എനിക്ക് ഈ വിഷയത്തിൽ ചെറിയ ഒരു എതിർപ്പെങ്കിലും ഉള്ളത്, ചെറുതല്ല വലിയ എതിർപ്പ് തന്നെ. നൂപുർ ശർമ്മയെ BJP-യുടെ വക്താവ് എന്ന സ്ഥാനത്ത് നിന്ന് ബഹിഷ്കരിച്ച നടപടിയോട് എനിക്ക് യോജിപ്പേ ഇല്ല. അപ്പോൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ നൂപുർ ശർമ്മ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്നത് പോലെ തോന്നി. പക്ഷെ ഇന്നത് ആലോചിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല. വേട്ടക്കാർക്ക് ഇവരെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നതെങ്കിലും അവരുടെ ജീവൻ സംരക്ഷിക്കാൻ BJP ബാധ്യതയുണ്ടായിരുന്നു. BJP അത് ചെയ്യുകയും ചെയ്തു. നൂപുർ ശർമ്മയെ പിന്തുണച്ചവരെ പോലും കഴുത്ത് വെട്ടിക്കൊന്ന കാപാലികരുടെ ഇടയിൽ നൂപുർ ശർമ്മ ഇപ്പോഴും തല ഉയർത്തി തന്നെ നിൽക്കുന്നു. കേസിന് ഞാൻ തയ്യാറാണ്. നിങ്ങൾ എന്നെ കോടതിയിൽ ഹാജരാക്കൂ. ഞാൻ പറഞ്ഞ 3 പരാമർശങ്ങളിൽ 300 തവണ അത് ശരിയാണ് എന്ന് സ്ഥാപിക്കത്തക്ക രൂപത്തിലുള്ള മതപരമായ തെളിവുകൾ നിങ്ങളുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്താം. അത്രയ്ക്ക് ബോൾഡാണ് അവര്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് പറയുമ്പോൾ ഇന്ന് അഭിമാനമുണ്ടാകണം. കാരണം ആ സ്ഥാനത്തിരിക്കാൻ 100% യോഗ്യതയുള്ള വ്യക്തിത്വമാണത്. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ ഒരു പക്ഷേ സംഖ്യയാക്കുമായിരിക്കും. ആ പദവിയും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. കാരണം ആര് നല്ലത് ചെയ്താലും നല്ലതിനെ നല്ലതെന്ന് പറയണമെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ആര് തെണ്ടിത്തരം ചെയ്താലും അത് തെണ്ടിത്തരമാണ് എന്ന് മുഖത്ത് നോക്കി പറയാനാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് പറയുകയും ചെയ്യും. അവരുടെ സ്ഥാനമാനങ്ങളോ അവരുടെ പൊസിഷനോ ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. അതിൽ വരുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറുമാണ്. നൂപുർ ശർമ്മയ്ക്കെതിരെ ഉണ്ടായിരുന്ന സുപ്രീം കോടതിയുടെ പരാമർശം അത് തെറ്റായിരുന്നു. ഒരു വ്യക്തിയുടെ ഒരു മൗലികമായ അവകാശങ്ങൾ, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു പൗരൻ എന്നുള്ള നിലയിൽ അവർക്ക് ചില അവകാശങ്ങളുണ്ട്. അതിനെ ഭരണഘടന കൊണ്ട് സംരക്ഷിക്കേണ്ടതിന് പകരം ഭരണഘടന മാറ്റിവെച്ചിട്ട് ഇത് ശരിയാ കോടതി പോലെ ഒരു പ്രസ്താവന നടത്തിയതിനെ തികച്ചും വിയോജിപ്പാണുള്ളത്. നൂപുർ ശർമ്മ രാജ്യത്തോട് മാപ്പ് പറയണം എന്നുള്ള സുപ്രീം കോടതിയുടെ പരാമർശത്തോട് തികച്ചും വിയോജിപ്പ് തന്നെ. ആദ്യം മുതലേ ആ വിയോജിപ്പ് ഞാൻ ഇപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം എനിക്കാരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല. സുപ്രീം കോടതി ജഡ്ജിമാരോ സുപ്രീം കോടതിയോ ഭരണഘടനയോ പ്രധാനമന്ത്രിയോ ഒന്നും ജനാധിപത്യ രാജ്യത്ത് വിമർശനത്തിൽ നിന്നും ഒഴിവല്ല. അത് തന്നെയാണ് ജനാധിപത്യത്തിന്റെ മാധുര്യവും. കാരണം ആര് തെറ്റ് ചെയ്താലും നമ്മുടെ ബോധ്യത്തിനപ്പുറമാണ് അവർ ചെയ്യുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ തെളിവുകൾക്ക് അധിഷ്ഠിതമായി നമുക്കവരെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതിന്റെ മാധുര്യം അറിയണമെങ്കിൽ മതരാജ്യത്ത് ജീവിക്കണം.
അത് ഇറാനികളോട് ചോദിക്കണം, പാകിസ്ഥാനികളോട് ചോദിക്കണം, അഫ്ഗാനികളോട് ചോദിക്കണം, നിങ്ങൾക്ക് ജനാധിപത്യം സമ്മതമാണോ? അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയും, ഇല്ല, ഞങ്ങൾക്ക് ജനാധിപത്യം വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് മതാധിപത്യമാണ് എന്ന് പറയുമായിരിക്കും. പക്ഷേ ഇതിന്റെ തീക്ഷ്ണത അനുഭവിക്കുന്ന ആളുകൾ പറയും, ഞങ്ങൾക്ക് ജനാധിപത്യം മതി. ഇനി ഒരു വിഭാഗം മതരാജ്യത്തിന് വേണ്ടി വാദിക്കുന്നവരുണ്ട്, നിങ്ങൾക്ക് സമത്വം വേണോ, സർവാധിപത്യം വേണോ? ഞങ്ങൾക്ക് സമത്വം വേണ്ടേ വേണ്ട, ഞങ്ങൾക്ക് സർവാധിപത്യം മതി എന്നൊരു പക്ഷേ പറഞ്ഞേക്കാം. അപ്പോൾ നരേന്ദ്രമോദിയെ ഇന്ന് അംഗീകരിക്കാത്ത, അദ്ദേഹത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന, എന്തു പറഞ്ഞാലും BJP സംഘപരിവാർ എന്ന് പറഞ്ഞിങ്ങനെ പാട്ടുപോലെ പാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിന്റെ യാഥാർത്ഥ്യ ബോധം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും. പക്ഷെ അത് തിരിച്ചറിഞ്ഞ അനേകം അയൽ രാജ്യങ്ങളുണ്ട് ഇവിടെ. അഫ്ഗാൻ ജനതയുടെ 69% പേരും ഇന്ത്യയെ അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായാണ് കാണുന്നതെന്നുള്ള റിപ്പോർട്ട് പുറത്ത്. ബെൽജിയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂസ് ഏജൻസി അഫ്ഗാനിലെ ജനങ്ങൾക്കിടയിൽ നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയാണ് അഫ്ഗാന്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ കരുതുന്നത്. രാജ്യത്തെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ടെന്നാണ് അഫ്ഗാനിലെ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത്. അഫ്ഗാൻകാര് വല്ലാതെ പട്ടിണി കിടന്ന് സ്വന്തം മക്കളെ വിൽക്കുകയും കൂട്ടിക്കൊടുക്കുകയും കിഡ്നി പോലും മുറിച്ചു വിറ്റ് അന്നം തിന്നാൻ ബുദ്ധിമുട്ടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യ അവർക്ക് അന്നം എത്തിച്ചു. അത് മോഷ്ടിച്ചു കൊണ്ടുപോയ പാകിസ്ഥാനെ കുറിച്ച് വന്ന വിവരങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലെ? മറ്റ് രാജ്യങ്ങളൊന്നും അഫ്ഗാനിലെ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ എന്തിനേറെ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇവരുടെ ഉള്ളിലിരിപ്പറയുന്നത് കൊണ്ട്, ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഭീകരവാദവും തീവ്രവാദവും നന്നായി അറിയുന്നത് കൊണ്ട് ഇവരെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇന്ത്യ അതിന് തയ്യാറായി. അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രത്യേകത. അമേരിക്കയുടെ പെട്ടെന്നുള്ള പിന്മാറ്റത്തോടെ താലിബാനെ കാബൂൾ പിടിക്കാൻ പ്രേരിപ്പിച്ചത് ചൈനയും പാകിസ്ഥാനുമാണെന്നുമാണ് അഫ്ഗാനിലുള്ളവർ പറയുന്നത്. അഫ്ഗാനിസ്ഥാന്റെ വികസന പദ്ധതികൾ ഇന്ത്യ വലിയ തോതിൽ പണം മുടക്കിയിട്ടുണ്ട്. നയതന്ത്രപരമായും ഇരു രാജ്യങ്ങൾ തമ്മിൽ മികച്ച ബന്ധമാണുള്ളത്. പാകിസ്ഥാൻ പലതവണ എതിർക്കാൻ നോക്കിയിട്ടും ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ ഏറ്റവും മികച്ച രീതിയിലാണ് സൗഹൃദം തുടരുന്നത്. അഫ്ഗാനിസ്ഥാന് വേണ്ടി ഏറ്റവും അധികം സാമ്പത്തിക സഹായം ചെയ്തു നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. $3 ബില്യൺ സഹായമാണ് ഇന്ത്യ നൽകിയത്. എന്നാൽ പാകിസ്ഥാന്റെ കടുത്ത നിലപാടുകൾ കാരണം പലപ്പോഴും കരമാർഗമുള്ള കയറ്റുമതിക്ക് അനുമതി ലഭിച്ചിട്ടില്ല. അഫ്ഗാനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനും ആരോഗ്യരംഗത്തെ മെച്ചപ്പെട്ട സേവനത്തിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമെല്ലാം ഇന്ത്യ ഇടപെടലുകൾ നടത്തി. കാബൂളിലെ പുതിയ പാർലമെന്റ് മന്ദിരം ഇന്ത്യയുടെ സംഭാവനയാണ്. ചികിത്സയ്ക്ക് വേണ്ടി ധാരാളം അഫ്ഗാൻ സ്വദേശികൾ ഇന്ത്യയിൽ എത്തുന്നുമുണ്ട്. ഇന്ത്യയിലെ കോളേജുകളിലും സർവകലാശാലകളിലുമെല്ലാം അഫ്ഗാൻ വിദ്യാർത്ഥികൾ ധാരാളമായി പഠിക്കുന്നുമുണ്ട്. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ അഫ്ഗാൻ കേഡറ്റുകൾക്കും പരിശീലനം നൽകുകയാണ്. മുൻ സർക്കാർ അഴിമതിക്കാരായിരുന്നു എന്നാണ് സർവേയിൽ പങ്കെടുത്ത 78% ജനങ്ങൾ വിശ്വസിക്കുന്നത്. വിദേശ രാജ്യങ്ങൾ അഫ്ഗാനിലെ സാധാരണക്കാർക്ക് വേണ്ടി നൽകിയ ധനസഹായം അവരിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് 72% പേർ വിശ്വസിക്കുന്നത്. താലിബാൻ സഹായങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. ഈ വർഷം മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് സർവേ നടത്തിയത്. കഴിഞ്ഞ മാസവും ഭൂകമ്പം തകർത്ത അഫ്ഗാനിസ്ഥാന് ഇന്ത്യ കൈത്താങ് നൽകിയിരുന്നു. അടിയന്തര സഹായവുമായി 2 വിമാനങ്ങളാണ് കാബൂളിൽ എത്തിച്ചേർന്നത്. കാബൂളിലെ ഇന്ത്യൻ എംബസി പ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തു. താലിബാൻ ഭരണം പിടിച്ചതോടെ അഫ്ഗാനിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ അവസാനിപ്പിച്ചിരുന്നു. താലിബാൻ ഭരണകൂടം അംഗീകരിക്കുന്നില്ലെങ്കിലും ഇന്ത്യയുടെ അഫ്ഗാൻ നയത്തിൽ മാറ്റം വരുന്നതായാണ് സൂചന. താൽക്കാലിക ടെന്റ് നിർമ്മാണ സാമഗ്രികളും പുതുപ്പുകളും വിരികളും അടക്കം അത്യാവശ്യ സാധനങ്ങളുമായാണ് വ്യോമസേനാ വിമാനം കാബൂളിലെത്തിയത്. താലിബാൻ അധികാരം പിടിച്ച ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ സൈനിക വിമാനം അഫ്ഗാൻ അതിർത്തി കടക്കുന്നത്. സഹായ സാമഗ്രികൾ UN കാര്യാലയത്തിലും റെഡ് ക്രസന്റുമായി കൈമാറിയിരുന്നു. അഫ്ഗാൻ ജനതയുമായി തലമുറകളായി നിലനിൽക്കുന്ന ആത്മബന്ധം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം അന്ന് വ്യക്തമാക്കിയിരുന്നു. ദുരന്തം കണക്കിലെടുത്ത് 10 മാസം മുമ്പ് അടച്ച കാബൂളിലെ ഇന്ത്യൻ എംബസിയും കഴിഞ്ഞ മാസം തന്നെ പ്രവർത്തനം പുനരാരംഭിച്ചിരുന്നു. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ ശക്തിയായി വളരുന്നുണ്ടെങ്കിൽ അത് ചുറ്റിനുമുള്ളവരെ കൂടി പരിഗണിച്ചിട്ട് തന്നെയാണ്. അഭയം വേണ്ടവർക്ക് അഭയവും, ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണവും, നിർഭയത്വം വേണ്ടവർക്ക് അതും, മന്ദിരങ്ങൾ വേണ്ടവർക്ക് അതും, പണം വേണ്ടവർക്ക് അതും ഒക്കെ ഇന്ത്യയെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ഇന്ത്യ സഹായിച്ചും സഹകരിച്ചും സ്നേഹവും സഹകരണം പങ്കുവച്ചും വാങ്ങിച്ചും ഒക്കെ തന്നെയാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. മുമ്പുള്ള കാലങ്ങളിൽ ഉള്ളവർ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പോഴിതാ ആദ്യത്തെ വ്യോമസേനാ വിമാനം വരുന്നത് ഇന്ത്യയുടെ അഫ്ഗാനിലേക്ക് ഇപ്പോഴാണ് കേട്ടല്ലോ. അപ്പോ ഇതുപോലെയുള്ള വിഷയങ്ങൾ കൊണ്ടാണ്
നരേന്ദ്രമോദി ശത്രുക്കൾക്ക് പോലും പ്രിയങ്കരനായി മാറുന്നത്. ആര് നല്ലത് ചെയ്താലും നല്ലത് എന്ന് പറയണം. അയൽ രാജ്യങ്ങളുമായി നല്ല രൂപത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ്. നന്ദി.